ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വുഡ് ഗ്രെയിൻസ് വരയ്ക്കുന്ന പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പലരും അതിമനോഹരമായി വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്നത് സാധാരണ എനാമൽ ടർപ്പൻ്റ് കൂടാതെ മെലാമിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് കുറച്ചുകൂടി വരയ്ക്കാൻ നല്ല ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടുന്നത് കൊണ്ടാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു രൂക്ഷഗന്ധം കാരണം ഇത് പലരും ഉപയോഗിക്കാത്തതിന് കാരണവും ഇതിൻ്റെ സ്മെല്ലാണ്. മെലാമിൻ ടിന്നർ അതിഭയങ്കരമായ ഗന്ധകമാണ്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെലാമിനിൽ വേണമെങ്കിൽ മിനറൽ ടർപ്പൻ്റ് ആഡ് ചെയ്യാവുന്നതാണ്. മെലാമിനിൽ മിനറൽ ടർപ്പൻ്റ് ആഡ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. മെലാമിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഒരു 100 മില്ലി മെലാമിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി നമ്മൾ സ്ലോ ടിന്നർ എടുക്കുക, അല്ലെങ്കിൽ ടർപ്പൻ്റ് എടുക്കുക. അതിൽ നമ്മൾ ബ്രൗൺ ഇനാമൽ, അതുപോലെ തന്നെ വാൾനട്ട് സ്റ്റെയിനർ, റെഡ് ബ്രൗൺ സ്റ്റെയിനർ, ഇവയെല്ലാമാണ് അതിൽ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ആഡ് ചെയ്യുന്ന അളവ് എന്താണെന്ന് ചോദിച്ചാൽ അത് പലർക്കും ഡാർക്ക് വേണം, ലൈറ്റ് വേണം, അതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. എന്തായാലും നമ്മൾ ഈ മെലാമിൻ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു നാച്ചുറൽ ഗ്രെയിൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇനി നമ്മൾ ഇതിൽ വരയ്ക്കുന്ന രീതി എങ്ങനെയെന്ന് കരുതിയാൽ, നമ്മൾ ആദ്യം മെലാമിൻ മിക്സ് ചെയ്ത മെലാമിൻ എടുത്ത് ബ്രഷ് കൊണ്ട് പ്ലെയിനായിട്ട് അടിക്കണം. അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അതിന്മേൽ ഗ്രെയിൻസ് വരച്ച് അതിനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് അത് എലാസ്റ്റികത ഉള്ളത് കൊണ്ട് അത് നീക്കി കഴിയുമ്പോൾ നമ്മളൊരു ഗ്രെയിൻസ് വരച്ച് ഒരു കാതൽ വരച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചു നീട്ടി കൊണ്ടാവുന്നതാണ്. ഇപ്പോൾ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് വരയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആദ്യം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരയ്ക്കേണ്ടത്, വരയ്ക്കുകയല്ല അടിക്കേണ്ടത്. ഇങ്ങനെ അടിച്ചത് വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിൽ റിപ്പീറ്റ് ചെയ്യണം, അപ്പോഴേ അത് പെട്ടെന്ന് ഡ്രൈ ആയി വരത്തുള്ളൂ. ഡ്രൈ ആയി വരുമ്പോഴേ നമുക്ക് കൈകൾ കൊണ്ട് നീക്കാൻ സാധിക്കുകയുള്ളൂ. കൈകൾ കൊണ്ട് നീക്കുമ്പോഴാണ് അത് ഒറിജിനൽ രൂപത്തിലുള്ള ഗ്രെയിൻസിലേക്ക് പോകുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഗ്രെയിൻസ് ആണെന്ന് തോന്നുകയില്ല. സാധാരണ നമ്മൾ ചെറിയ ബ്രഷുകൾ ഉപയോഗിച്ചും വലിയ ബ്രഷുകൾ കൊണ്ട് ഉപയോഗിച്ചും ഇങ്ങനെ വരച്ച് വരച്ച് വരുമ്പോൾ നല്ല രസമുള്ള ഗ്രെയിൻസുകൾ ഉണ്ടാകാം. ശരിയാണ്, നല്ല നല്ല ഗ്രെയിൻസുകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. പക്ഷേ ചിലപ്പോൾ അത് ഒരു ആർട്ടിഫിഷ്യൽ ലുക്കായിട്ടാണ് അത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഇത് അതിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തതയുള്ള ഒരു, ഇനി അതിമനോഹരമല്ലെങ്കിലും അത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഒരു വാൾനട്ട് കൊണ്ട് ഇടയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കറ പോലെയുള്ള ഷെയ്ഡുകളൊക്കെ വരുത്താൻ ഇതുകൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഇതിങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴേ എന്തായിരിക്കുള്ളൂ, ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയുള്ളൂ. എന്നിട്ട് വേറൊരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഇതിന് മുകളിലൂടെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നല്ല കറക്റ്റ് നമുക്ക് പ്ലെയിൻ ഗ്രെയിൻസ് വരയ്ക്കാൻ ഇത് മാത്രം മതി. നല്ല കാതൽ വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ട്വിസ്റ്റുകളും അതിലൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, കാതലുകൾ ക്രിയേറ്റ് ചെയ്യാം. അതൊരുപാട് കലാവാസനയൊന്നും വേണ്ട. ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചാൽ മതി. തിരിക്കുകയും അതുപോലെ തന്നെ അത് വലിഞ്ഞു വരുന്ന സമയത്താണ് ഇനി അതിൻ്റെ യഥാർത്ഥ കാര്യം കിടക്കുന്നത്. അപ്പോൾ ഒരു കലാവാസനയുള്ള ഒരാൾക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്ന് ഇല്ല. കലാവാസന ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഒരു നാച്ചുറൽ ഗ്രെയിൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് കൈകൾ കൊണ്ട് നീക്കാൻ കഴിയത്തില്ല. അപ്പോൾ അത് എന്തായിരിക്കും, അത് കറക്റ്റ് ഫസ്റ്റ് നമ്മളിത് അപ്ലൈ ചെയ്ത് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അത് പെട്ടെന്ന് വലിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഓവർ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വിരലുകൾ കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. അതല്ല പ്ലെയിൻ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ
വീണ്ടും ബ്രഷ് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം മെല്ലെ കൈകൾ കൊണ്ട് നീക്കുക. ഇതിപ്പോൾ നിങ്ങളിവിടെ ഇത് വ്യക്തമായി കാണുന്നുണ്ടല്ലോ. എൻ്റെ സംസാരത്തിൽ ഇനി എന്തെങ്കിലും വിഷയമുണ്ടെങ്കിലും നിങ്ങളിത് കാണുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഞാൻ എക്സ്ട്രാ വാൾനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് പുറമെ നമ്മുടെ മെലാമിൻ മിശ്രിതം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയട്ടെ, ഈ മെലാമിൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രൗൺ സാദാ ഇനാമലാണ്, ഗ്ലോസി എനാമലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പുറമെ അല്പം വാൾനട്ടും റെഡ് ബ്രൗണും ചേർത്തിട്ടുണ്ട്. ഈ അളവുകളെല്ലാം തന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ വ്യത്യസ്തപ്പെട്ടേക്കാം. കാരണം ഇതിൽ ലേശം ഡാർക്ക് ഗ്രെയിൻസ് ആണ് പാർട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒറിജിനൽ തേക്ക് അതിൻ്റെ അടുത്തുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു കളറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇത് നമ്മൾ വലിഞ്ഞു വരുന്ന അല്പം വലിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ. അപ്പോഴേ ഇതിൻ്റെ യഥാർത്ഥ ഫീലിംഗ് കിട്ടത്തുള്ളൂ. അത് വളരെ നൈസായിട്ട് മരത്തിൻ്റെ അടുക്കുകളായിട്ടാണ് കിട്ടുന്നത്. കണ്ടോ, ഇതിങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഒറിജിനാലിറ്റി വരുന്നുണ്ട്. അതായത് ഇതിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. സാധാരണ എനാമൽ ടർപ്പൻറ്റിൽ ചില്ലർ വരയ്ക്കുന്നത് നേരെ ഡയറക്റ്റ് ഗ്രെയിൻസ് അപ്ലൈ ചെയ്യുകയാണ്. ഇതങ്ങനെയില്ല. അത് ആദ്യം ഒന്നായിട്ട് ഈ മിശ്രിതം അടിച്ചതിന് ശേഷമാണ് അതിനുള്ളിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നീട് വാൾനട്ടും റെഡ് ബ്രൗണും എല്ലാ സ്റ്റൈനർ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് നമുക്കിതിൽ ഒരു പക്ഷേ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതെല്ലാം നമ്മുടെ പാർട്ടിയെ ആശ്രയിച്ചിരിക്കും. ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിന്മേൽ നമ്മളൊരു 320 പേപ്പർ അപ്ലൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലിയർ അടിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ക്ലിയർ എന്ന് ഉദ്ദേശിക്കുന്നത് PU ക്ലിയറോ മെലാമി മാറ്റോ ടച്ച് വുഡോ അങ്ങനെ എന്തും ഇതിന്മേൽ അടിക്കാൻ പറ്റുന്നതായിരിക്കും. എന്നാൽ NC ബേസ് ഉപയോഗിച്ചുള്ള ഒരു ക്ലിയറും ഇതിനു മുകളിൽ അടിക്കാൻ പറ്റുന്നതല്ല. NC ബേസ് ഉള്ള അടിച്ചാൽ NC ബേസ് ഉള്ള ക്ലിയറുകൾ ഇപ്പോൾ നമ്മൾ ആരും ഇതിന്മേൽ വുഡിന്മേൽ സാധാരണ രീതിയിൽ അപ്ലൈ ചെയ്യാറില്ല. നമ്മളത് പൊതുവെ അടിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ എംപോറിയം, MRFൻ്റെ PU, സ്ലീക്ക് PU, മെലാമിൻ ഇതെല്ലാം തന്നെ ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക. ഇതിനൊരു പ്രശ്നവും സംഭവിക്കുന്നതല്ല. ബ്രഷ് ചെയ്യുകയാണെങ്കിൽ മിനിമം അത് ഉണങ്ങേണ്ട 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും ഇല്ല. വരച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മെലാമിൻ പൂർണ്ണമായി ഡ്രൈ ആകുന്നില്ലെങ്കിലും സ്പ്രേ ചെയ്യാനുള്ള ഒരു ഡ്രൈനെസ് ആകുന്നതായിരിക്കും. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ തേക്കിൻ്റെ ഫീൽ ഇതിലുണ്ടായിരിക്കും.